എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഏപ്രിൽ 10, 11 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ ഒരു റാങ്ക് നിർണ്ണയിക്കുന്ന നിർണായക ഘടകം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റെക്കോർഡ് ക്ലാസ് ടാലന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 200 മണിക്കൂറിലേറെ ക്ലാസ്സുകൾ ഉണ്ടാവും, ദെൻ അതിന്റെ സ്റ്റഡി നോട്ടുകൾ ഉണ്ടാവും, ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, ടോപ്പിക് ബേസ് എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ ഉണ്ടാവും, ദെൻ മെന്റർ സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആകെ 399 രൂപ മാത്രമേ നിങ്ങൾക്ക് റേറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഈ ഒരു CPO എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയലും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയമായിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂ SCRT ഫാക്ട് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkerala.com ഈ ഒരു പുസ്തകം ലഭ്യമാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ്? അപ്പോൾ എന്താ പറഞ്ഞേ, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ്? G. കൃഷ്ണകുമാർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ പാർട്ട് ടൈം ചെയർമാനായിട്ട് മാത്രമല്ല, ഈ പറയുന്ന ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നോൺ ഒഫീഷ്യൽ ഡയറക്ടറായിട്ട് കൂടിയാണ് ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? നിയമിതനായിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞേ, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാൻ ആൻഡ് നോൺ ഒഫീഷ്യൽ ഡയറക്ടർ ആയിട്ട് നിയമിതനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള ചലച്ചിത്ര നടനായ G. കൃഷ്ണകുമാർ ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ 3 വർഷത്തേക്കാണ് അദ്ദേഹത്തിന്റെ നിയമനം കേട്ടോ. 3 വർഷത്തേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഏത് വകുപ്പിന് കീഴിലാണ് എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഏത് മന്ത്രാലയത്തിന് കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലാണ് കേട്ടോ. അപ്പോൾ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഉള്ളത്. അതുകൂടി മനസ്സിലാക്കുക. ദെൻ ഇത് നിലവിൽ വന്നത് 1975 ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ് കേട്ടോ. മുംബൈയിലാണ് ഇതിന്റെ ആസ്ഥാനം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G. കൃഷ്ണകുമാർ ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോഡ് ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ടത് ഏത് നഗരത്തിലാണ്? അപ്പോൾ ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത പോഡ് ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ടത്? അത് മുംബൈയിലാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എന്താണ് ഈ പറയുന്ന മുംബൈയിലെ തന്നെ എന്താണ് കുർള, അതുപോലെ തന്നെ ബാന്ദ്ര, ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംവിധാനം, ഈ ഒരു എന്താണ് പോഡ് ടാക്സി സംവിധാനം നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഈ ഒരു പോഡ് ടാക്സി എന്ന് പറയുന്നത് AI അധിഷ്ഠിതമാണ്. അതുമാത്രമല്ല ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഡ്രൈവറിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോഡ് ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ട നഗരം എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈ ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൽപ്പാക്കം റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പാക്കമാണ്. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അതിന്റെ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ ഈ പറയുന്ന കൽപ്പാക്കം റിയാക്ടറിന്റെ ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത് 500 മെഗാവാട്ട് ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. 500 മെഗാവാട്ട് ആണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എന്താണ് ഈ പറയുന്ന പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനത്തെക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിലാണ് നമ്മളത് എന്തെന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുക. സോ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത്തരത്തിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സാങ്കേതിക വിദ്യ കൈവശമുള്ള 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ കേട്ടോ. അപ്പോൾ ലോകത്തിൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ എന്താണ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സാങ്കേതിക വിദ്യ കൈവശമുള്ള 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യ ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? കൽപ്പാക്കമാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമേഷ്യൻ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള സംഘർഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന നിർണായക സമാധാന ചർച്ചകൾക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? അപ്പോൾ എന്താ പറഞ്ഞേ, നമ്മുടെ എന്താണ് ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും
തമ്മിൽ നടക്കുന്ന നിർണായക സമാധാന ചർച്ചകൾക്ക് വേദിയാവുന്ന നഗരം എന്ന് പറയുന്നത് ഇസ്ലാമാബാദ്. ഇവിടെയാണ് ഇസ്ലാമാബാദ്. അപ്പോൾ ഇസ്ലാമാബാദ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാന്റെ തലസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് ഇസ്ലാമാബാദ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ 10 ഗിഗാ രാജ്യമായി മാറിയത് ഏതാണ്? അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ 10 ജിഗാ രാജ്യമായിട്ട് മാറിയത് ഏതാണ്? UAE ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇതിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിവേഗതയുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്നതാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ മ്യൂസ് പാർക്ക് എന്ന പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ പുറത്തിറക്കിയത് ആരാണ്? അപ്പോൾ എന്താ പറഞ്ഞേ? അടുത്തിടെ മ്യൂസ് പാർക്ക് എന്ന പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ പുറത്തിറക്കിയത് ആരാണ്? മെറ്റയാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് ചോദ്യം ഒന്ന് ചോദിക്കുവാണെങ്കിൽ അടുത്തിടെ മെറ്റ പുറത്തിറക്കിയ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മ്യൂസ് പാർക്കാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. അപ്പോൾ എന്താ പറഞ്ഞേ? മൗണ്ട് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ സൈക്കിളിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ഏതാണ്? അത് ദിവ്യ സിംഗ്. ആരാണ്? ദിവ്യ സിംഗ് ആണ്. കാര്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഈ പേര്. അപ്പോൾ എന്താ പറഞ്ഞേ? മൗണ്ട് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ സൈക്കിളിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ദിവ്യ സിംഗ് ആണ്. അപ്പോൾ ഇവിടെ എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രണ്ട് കാര്യം കൂടി നമുക്ക് ഓർക്കാം കേട്ടോ. കാര്യം എന്ന് പറയുന്നത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ബചേന്ദ്രി പാലാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാലാണ്. എന്നാൽ എവറസ്റ്റ് 2 തവണ കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സന്തോഷ് യാദവ് കേട്ടോ. സന്തോഷ് യാദവ്. സോ ഈ 2 കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയത് ആരാണ്? അത് ലോറ കാർഡോസോ. ആരാണ്? ലോറ കാർഡോസോയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. കാര്യം ഈ ഒരു വനിതാ താരത്തിന്റെ രാജ്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. കാര്യം എന്ന് വെച്ചാൽ രാജ്യം എന്ന് പറയുന്നത് ബ്രസീലിയൻ താരമാണ് കേട്ടോ. ബ്രസീലിന്റെ താരമാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ലോറ കാർഡോസോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിലായാലും ഒരു 10-12 ടീമുകൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ലോകത്തിലെ പല രാജ്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? അന്താരാഷ്ട്ര തലത്തിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അത്തരത്തിൽ നടന്ന ഒരു അന്താരാഷ്ട്ര തലത്തിലെ ക്രിക്കറ്റ് മത്സരത്തിലാണ്, T20 മത്സരത്തിലാണ് ഈ പറയുന്ന ലോറ കാർഡോസോ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഇത് ഏത് രാജ്യത്തിനെതിരെ നമ്മളൊന്ന് അറിയണമല്ലോ. ലെസോത്തോ എന്ന് പറയുന്ന രാജ്യം, നമ്മളങ്ങനെ കേൾവി പോലില്ലാത്ത രാജ്യമാണ് അല്ലേ. ലെസോത്തോ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ 3 ഓവറാണ് എന്ത് ചെയ്തത്? ഈ ഒരു താരം എറിഞ്ഞത്. 3 ഓവറിൽ 4 റൺസ് വഴങ്ങി. ആകെ എടുത്തത് 9 വിക്കറ്റുകൾ കേട്ടോ. അപ്പോൾ 3 ഓവറിൽ 4 റൺസ് വഴങ്ങി 9 വിക്കറ്റുകൾ എടുത്ത താരമാണ് ആരെന്ന് പറയുന്നത്? ലോറോ കാർഡോസോ എന്ന് പറയുന്നത്. മേ ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം അത് പുരുഷ ക്രിക്കറ്റ് ആയിക്കോട്ടെ വനിതാ ക്രിക്കറ്റ് ആയിക്കോട്ടെ ആരുടെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ലോറ കാർഡോസോയുടെ പേരിലാണ്. അതുകൂടി മനസ്സിലാക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ്. അതായത് 2026 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത പർവ്വതാരോഹകൻ. അപ്പോൾ വളരെ പ്രശസ്തനായ ഒരു പർവ്വതാരോഹകൻ, അദ്ദേഹം എന്ത് ചെയ്തു? ഏപ്രിലിൽ അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ജിം വിറ്റേക്കർ എന്നാണ്. ഇതാണ് ജിം വിറ്റേക്കർ എന്നാണ്. അപ്പോൾ ഇദ്ദേഹം അത്രയ്ക്ക് പ്രശസ്തനാവാനുള്ള എന്ത് കാര്യമാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അമേരിക്കക്കാരനാണ് ആരെന്ന് പറയുന്നത്? ജിം വിറ്റേക്കർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അമേരിക്കക്കാരനാണ് ജിം വിറ്റേക്കർ. സോ അദ്ദേഹം 2026 ഏപ്രിൽ അന്തരിച്ചു. അത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റു 2 പ്രധാനപ്പെട്ട വിയോഗങ്ങൾ കൂടിയാണ്. അതായത് 2 കേന്ദ്രമന്ത്രിമാരാണ്. അതിലൊരാളെന്ന് പറയുന്നത് മൊഹ്സീന കിദ്വായി ആണ്. അപ്പോൾ ഗതാഗതം, അതുപോലെ തന്നെ തൊഴിൽ, ആരോഗ്യം, കുടുംബക്ഷേമം അതുപോലുള്ള വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തൊരു കേന്ദ്രമന്ത്രിയായിരുന്നു മൊഹ്സീന കിദ്വായി എന്ന് പറയുന്നത്. ദെൻ മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആത്മകഥ എഴുതിയത് മൊഹ്സീന കിദ്വായി ആണ് കേട്ടോ. അപ്പോൾ മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആത്മകഥ എഴുതിയത് മൊഹ്സീന കിദ്വായി ആണ്. അപ്പോൾ അവർ 2026 ഏപ്രിൽ അന്തരിച്ചു. ഇനി അതേപോലെ തന്നെ 2026 ഏപ്രിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയായുള്ള മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അത് അബു ഹസീം ഖാൻ ചൗധരിയാണ്. ആരാണ്? അബു ഹസീം ഖാൻ ചൗധരിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം എന്ന് പറയുന്നത് മുൻ കേന്ദ്ര സഹമന്ത്രിയാണ് കേട്ടോ. അപ്പോൾ ആരോഗ്യം, കുടുംബക്ഷേമം കൈകാര്യം ചെയ്തൊരു സഹമന്ത്രിയാണ് ഈ പറയുന്ന അബു ഹസീം ഖാൻ ചൗധരി എന്ന് പറയുന്നത്. മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിലായിരുന്നു. സോ അദ്ദേഹം എന്ത് ചെയ്തു? 2026 ഏപ്രിൽ അന്തരിച്ചു. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രിലിംസിന് മാത്രമല്ല മെയിൻസിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. 3 വോളിയോ ആയിട്ടാണ് മുൻവർഷ ചോദ്യങ്ങളും SCRT ഫാക്ടുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള വരാന്ത.talentkerala.com ഈ റാങ്ക് ഫെയർ ലഭ്യമാണ്.
ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായിട്ട് മാത്രമല്ല നോൺ ഒഫീഷ്യൽ ഡയറക്ടറായിട്ട് കൂടിയാണ് അദ്ദേഹം നിയമിതനായത്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ജി കൃഷ്ണകുമാറാണ്. മലയാള ചലച്ചിത്ര നടനാണ്. 3 വർഷത്തേക്കാണ് നിയമനം. അതിനുശേഷം പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോഡ് ടാക്സി സംവിധാനത്തിന് എവിടെയാണ് തറക്കല്ലിട്ടത്? മുംബൈയിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏതാണെന്ന് പറഞ്ഞു. കൽപ്പാക്കോ ആണ്, തമിഴ്നാട്ടിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാനും അമേരിക്കയും തമ്മിലുള്ള എന്താണ് ഒരു നിർണായക സമാധാന ചർച്ചകൾ എവിടെയാണ്? ഇസ്ലാമാബാദ് എവിടെയാണ്? അത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാന്റെ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ് എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ലോകത്തിലെ ആദ്യത്തെ 10 ഗിഗാ രാജ്യമായിട്ട് മാറിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE ആണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞല്ലേ, അതായത് മ്യൂസ് പാർക്ക് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലേ. മ്യൂസ് പാർക്ക് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ പുറത്തിറക്കിയതാരാ? മെറ്റ. അപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു വരുവാണ്. മെറ്റ അടുത്തിടെ പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മ്യൂസ് പാർക്കാണ്. അത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വനിതയുടെ നേട്ടമാണ്. അതായത് മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. എന്താണ്? മൗണ്ട് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ സൈക്കിളിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്ന് പറഞ്ഞു? ദിവ്യ സിംഗ് ആണ്. മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം പറഞ്ഞത് അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയത് ആരാണ്? ലോറ കാർഡോസോയാണ്. ബ്രസീലിയൻ താരമാണ്. ബ്രസീലുകാർ ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റും കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന ലോറ കാർഡോസോ എന്ന് പറയുന്ന ബ്രസീലിയൻ വനിതാ ക്രിക്കറ്റ് താരമാണ്. കൃത്യമായിട്ട് പഠിക്കുക. 9 വിക്കറ്റുകളാണ് താരം നേടിയത്. അതിനുശേഷം കുറച്ച് വിയോഗങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. അതായത് ഒന്നെന്ന് പറയുന്നത് ഒരു പർവ്വതാരോഹകനാണ്. ജിം വിറ്റേക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം എന്ന് പറയുന്നത് ഈ പറയുന്ന എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അമേരിക്കക്കാരനാണ്. അതിനുശേഷം 2 കേന്ദ്രമന്ത്രിമാരെ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് മൊഹസിന കിദ്വായി ആണ്. അപ്പോൾ മൊഹസിന കിദ്വായി കുറച്ച് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുക കേട്ടോ. കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തൊരു മന്ത്രിയായിരുന്നു. മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആത്മകഥ എഴുതിയ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. അതേപോലെ തന്നെ അബു ഹസീം ഖാൻ ചൗധരി ജസ്റ്റ് ഒരു സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിലാണ് ആരോഗ്യം കുടുംബക്ഷേമമാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 ഏപ്രിലിൽ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായിട്ടാണ് ടോം ലാം തെരഞ്ഞെടുക്കപ്പെട്ടത്? വിയറ്റ്നാം ആണോ, തായ്ലൻഡ് ആണോ, ചൈനയാണോ, ക്യൂബയാണോ? രണ്ടാമത്തെ ചോദ്യം, ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ഹൈദരാബാദാണോ, വിശാഖപട്ടണമാണോ, അമരാവതിയാണോ, വിജയവാഡയാണോ? ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ചണ്ടാല ഭിഷുകിയെ ആസ്പദമാക്കി അടുത്തിടെ കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പുതിയ കഥകളി ഏത് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മാതങ്കി ചരിതമാണ്. നമുക്കറിയാം ഈ ചണ്ടാല ഭിഷുകി എന്ന് പറയുന്ന കാവ്യം എഴുതിയതാരാണ്? കുമാരനാശാനാണ് അല്ലെ. അന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു കാവ്യമാണ് ചണ്ടാല ഭിഷുകി. പ്രധാന കഥാപാത്രങ്ങളെ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതങ്കി എന്ന് പറയുന്ന ചണ്ടാല സ്ത്രീയും അതേപോലെ തന്നെ ഇതാണ് ആനന്ദൻ എന്ന് പറയുന്ന ബുദ്ധഭിക്ഷുവുമായിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ദാഹിക്കുന്നു ഭഗിനി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ചോദിക്കുന്ന ആ ബുദ്ധഭിക്ഷുവിനോട് ഈ മാതങ്കി പറയുകയാണ്, അല്ലലാൽ അങ്ങ് ജാതി മറന്നുവോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് എന്താ പറഞ്ഞേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് പറയുന്ന വാക്യം ഇപ്പോഴും കേരളത്തിൽ മുഴങ്ങി കേൾക്കുന്ന വരികളാണ്. അപ്പൊ അത് ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചണ്ടാല ഭിഷുകിയിലാണ്. അപ്പൊ അതെന്ത് ചെയ്തിരിക്കുന്നു? ഒരു ആട്ടക്കഥയായിരിക്കുന്നു. മാതങ്കി ചരിതം എന്ന് പറയുന്ന ആട്ടക്കഥയായിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് IRENA റിന്യൂവബിൾ കപ്പാസിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം 2025 ആഗോള റിന്യൂവബിൾ എനർജി വിപണിയിൽ ഒന്നാമതുള്ളത് ആരെന്നാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ചൈന ഒന്നാമതാണ്. രണ്ടാം സ്ഥാനത്ത് അമേരിക്കയാണ്. അതേപോലെ തന്നെ 3-ാം സ്ഥാനത്ത് ഇന്ത്യ ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്നൊരു ജോലി നേടിയെടുക്കുക. 2026 ഏപ്രിൽ 10, 11 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.